അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. DNA പരിശോധന പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. രഞ്ജിതയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോകുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണയും പറഞ്ഞു. സെൻട്രൽ നിന്നല്ല, അവിടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും അവിടെ തന്നെയുണ്ട്, സ്പോട്ടിൽ തന്നെയുണ്ട്. ഇത് ഐഡൻറ്റിഫിക്കേഷനൊക്കെയുള്ള മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കാലത്ത് കൊണ്ടൊരു അതിനൊരു തീരുമാനമാവും. തന്നെ വേണ്ടി വരുമല്ലോ, ഒരാൾ പോകേണ്ടി വരും എന്തായാലും. സഹോദരൻ തയ്യാറായി നിൽക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും അധികമായിട്ട് പറയാൻ പറ്റും. അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവരുടെ ഏതെങ്കിലും ഒരു ഇവർക്കിപ്പം കൊണ്ടുപോയ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഈ പറഞ്ഞ വസ്ത്രം ഏതാണെന്നോ അല്ലെങ്കിൽ ബാഗോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരൻ ആരെങ്കിലും ഗുജറാത്തിൽ പോയി അവർ ഇപ്പം അവിടെയുള്ള ബോഡി എല്ലാം ഒരു DNA സാമ്പിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ DNA സാമ്പിളിങ് ചെയ്തിട്ട് സഹോദരൻ പോയി അദ്ദേഹത്തിൻ്റെ സാമ്പിൾ കൊടുത്ത് മാച്ച് ചെയ്ത ശേഷം അതിൽ നിന്ന് മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോഡി വിട്ടു തരുന്നതെന്നാണ് ഗുജറാത്തിൽ നിന്നും ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. ബാക്കി അത് ചീഫ് സെക്രട്ടറി എന്നത് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സഹോദരൻ നാളെ ഗുജറാത്തിലേക്ക് പോകാനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഒഫീഷ്യൽ പ്രൊസീജിയറൊക്കെ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. AV ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ആ ക്യാൻസർ ബാധിതയായ അമ്മയുടെ കരച്ചിൽ, കുഞ്ഞിൻ്റെ നിലവിളി, ആ വീടിൻ്റെ പണിതീരാത്ത അല്ലെങ്കിൽ പണിതാണ്ട് പൂർത്തിയായി ഇനി കയറി താമസിക്കാൻ കുറച്ച് പണികൾ മാത്രം ബാക്കിയുള്ള രഞ്ജിതയുടെ കൂടി സ്വപ്നമായ, മക്കളുടെ സ്വപ്നമായ വീട്, അങ്ങനെ അവിടെ നിന്ന് വന്ന ദൃശ്യങ്ങളെല്ലാം അങ്ങേയറ്റം മനസ്സുലയ്ക്കുന്നതാണ്. എന്തായിരുന്നു രഞ്ജിതയുടെ ഒരു സാഹചര്യം? ഇപ്പോൾ ആ കുടുംബത്തിലേക്ക് ഒരുപാട് പേര് എത്തുന്നുണ്ട്, നേതാക്കളടക്കം. എത്രയും പെട്ടെന്ന് മറ്റ് നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കാനുള്ള നടപടികളിലേക്കും പോകുന്നുണ്ടല്ലോ അല്ലേ? ുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ജില്ലാ കളക്ടറും അറിയിച്ചിരിക്കുന്നത്. ഇതിനായി സഹോദരൻ നാളെ തന്നെ ഗുജറാത്തിലേക്ക് തിരിക്കും. ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും കൂടി അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ നേരിട്ട് തയ്യാറാക്കും. എന്തായാലും ഇത് വേഗത്തിലാക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചാൽ നാളെ വൈകിട്ടോടെ തന്നെ സഹോദരൻ ഗുജറാത്തിലേക്ക് തിരിച്ച് DNA സാമ്പിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ എത്തി നൽകും. അതിനുശേഷമായിരിക്കും തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയായിരിക്കും ഭൗതികദേഹം നാട്ടിലെത്തിക്കും. അത് എത്രയും വേഗത്തിലാക്കുമെന്ന് ഉള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഇന്ന് വീട്ടിൽ സന്ദർശനം നടത്തി ബന്ധുക്കളെ ഉൾപ്പെടെ ആശ്വസിപ്പിച്ചത്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്ന് ഇവർ ബന്ധുക്കൾക്ക് ഉറപ്പും നൽകി. നാളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രഞ്ജിതയുടെ വീട് സന്ദർശിക്കും. രാവിലെ ആയിരിക്കും സന്ദർശനം. നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിക്കൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലേക്ക് നിലവിൽ തിരിച്ചിരിക്കുന്നത്. പുലർച്ചെയോടെ ജില്ലയിലെത്തുന്ന മന്ത്രി രാവിലെ തന്നെ വീട്ടിൽ സന്ദർശനം നടത്തും. രഞ്ജിതയുടെ അപ്രതീക്ഷിത മരണം വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ തന്നെ വലിയ ഞെട്ടലിലാണ് ആക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത വീട്ടിൽ നിന്ന് വിദേശത്തേക്ക്, ബ്രിട്ടനിലേക്ക് മടങ്ങിയത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകട വാർത്ത കുടുംബത്തെ തേടി വരുന്നത്. എന്തായാലും മക്കളെ ഉൾപ്പെടെ ഈ വിവരം ഇതുവരെ അറിയിച്ചിട്ടില്ല. മക്കൾ ഇപ്പോഴും, നമ്മൾ ഏറ്റവും ഒടുവിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും അമ്മ വരുമെന്നൊരു പ്രതീക്ഷ മക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ രഞ്ജിതയുടെ അമ്മയെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അമ്മ അതിനോട് വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ കാഴ്ച ഉൾപ്പെടെ നമ്മൾ വൈകിട്ട് കണ്ടതാണ്. എന്തായാലും പുല്ലാട്ടിനെ സംബന്ധിച്ച്, ആ ഗ്രാമത്തെ സംബന്ധിച്ച് വലിയ വേദനയായി രഞ്ജിത മാറിയിരിക്കുന്നു. ഇനി എന്തായാലും സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രഞ്ജിതയുടെ ഭൗതികദേഹം തിരിച്ചറിഞ്ഞ ശേഷം നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് അടുത്ത ദൗത്യം. അതിനുവേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ക്രമീകരണങ്ങൾ അനുസരിച്ചായിരിക്കും ഇളയ സഹോദരൻ ഗുജറാത്തിലേക്ക് യാത്ര തിരിക്കുക. ഗോകുൽ. ശരി, AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. രഞ്ജിതയുടെ സുഹൃത്തുക്കളടക്കം രഞ്ജിതയുടെ ഓർമ്മകൾ സമൂഹമാധ്യമങ്ങളിൽ പാട്ടായും ദൃശ്യങ്ങളായും ചിത്രങ്ങളായും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവർക്ക്, കുടുംബത്തിനൊക്കെ ആ വേദന, ദുഃഖം താങ്ങാൻ, അതിനെ മറികടക്കാൻ കഴിയട്ടെ.